നമസ്കാരം. PSC ഈസി സക്സസ്സിലേക്ക് സ്വാഗതം. ആംബുലൻസ് അസിസ്റ്റൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്നത്. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. 91ാമത്തെ ചോദ്യം മുതലാണ്. 6 മാങ്ങയുടെ വില വാങ്ങിയ വില 5 മാങ്ങയുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭം എത്ര? അപ്പോൾ ഇവിടെ ഒരു മാങ്ങ വാങ്ങിയ വില എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 6 മാങ്ങ വാങ്ങിയ വില എന്ന് പറയുന്നത് 6x ആയിരിക്കും. ഇനി ഇത് തന്നെയാണ് 5 മാങ്ങ വിറ്റ വില. വില 5 മാങ്ങ വിറ്റ വില കുറച്ചുകൂടെ വലുതായിട്ട് ഇവിടെ എഴുതിയാൽ ഇത് രണ്ടും സെയിം ആണ്. 6 മാങ്ങ വാങ്ങിയ വില തന്നെയാണ് 5 മാങ്ങ വിറ്റ വില. അപ്പോൾ ഒരു മാങ്ങ വിറ്റ വില 6/5x. ഇതെങ്ങനെയാണ് വന്നത്? 5 1 എങ്ങനെയാണ്? 5 ഡിവൈഡഡ് ബൈ 5 അല്ലേ? അങ്ങനെയല്ലേ 1 ആകുന്നത്. അപ്പോൾ ഇവിടെയും ഈക്വൽ ടുവിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലും 5 കൊണ്ട് ഹരിക്കുക. ഒരു മാങ്ങ വാങ്ങിയ വില എക്സും ഒരു മാങ്ങ വിറ്റ വില 6/5x. അപ്പോൾ ഇവിടെ ലാഭമാണെന്നപ്പം തന്നെ മനസ്സിലായി. ഇനി ലാഭം എന്ന് പറയുമ്പോൾ വിറ്റ വില മൈനസ് വാങ്ങിയ വില. വിറ്റ വില മൈനസ് വാങ്ങിയ വില ഈക്വൽ ടു 6/5x മൈനസ് എക്സ്. LCM 5 ആണ്. 6x മൈനസ് 5x/5 ഈക്വൽ ടു x/5. ഇതാണ് ലാഭം. ലാഭശതമാനമാണെങ്കിൽ ഇത് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 20%. ഇതാണ് സാധാരണ ചോദ്യങ്ങൾ 20%. പക്ഷേ ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ലാഭം. അപ്പോൾ നമുക്കിനി ഓപ്ഷൻസിൽ നിന്നൊന്ന് പോകാം. ലാഭം എന്ന് പറയുന്നത് x/5 ഇപ്പോൾ 1 വയ്ക്കുക. ലാഭം 1 ഓപ്ഷൻസിൽ നിന്നും x/5 1 എക്സ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. അതായത് വാങ്ങിയ വില 5. അപ്പോൾ വിറ്റ വില എത്രയാണ്? വാങ്ങിയ വിലയാണ് എക്സ്. വിറ്റ വില 6/5x ഈക്വൽ ടു 6/5 ഇൻറ്റു 5 ഈക്വൽ ടു 6. അതായത് വാങ്ങിയ വില 5ഉം വിറ്റ വില 6ഉം. അപ്പം ലാഭം 1. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസിൽ നിന്ന് ലാഭം 1. ഇനിയിപ്പം ഓപ്ഷൻസിൽ നിന്നിപ്പം ലാഭം 2 വയ്ക്കുക. ലാഭം 2 നമുക്കിപ്പോൾ ലാഭം ഇവിടെ x/5 ആണ് കിട്ടുക. x/5 2 എക്സ് 10 ആയിരിക്കും. അതായത് വാങ്ങിയ വില എക്സ് എന്ന് പറയുന്നത് വാങ്ങിയ വിലയാണ്. ഒരു മാങ്ങ വാങ്ങിയ വില 10. അപ്പോൾ വിറ്റ വില 6/5x ഈക്വൽ ടു 6/5 ഇൻറ്റു 10 ഈക്വൽ ടു 12. അങ്ങനെ വരുമ്പം ലാഭം 2. വാങ്ങിയ വില 10, വിറ്റ വില 12. അപ്പം ലാഭം 2. അപ്പോൾ ഈ കൊടുത്തിരുന്ന ഓപ്ഷൻസിൽ ഏത് കൊടുക്കുമ്പോഴും ഇത് ശരിയാണ്. ഏറ്റവും ചെറിയ ഇതെന്ന് പറയുന്ന ലാഭം എന്ന് പറയുന്നത് 1 തന്നെയാണ്. 1 രൂപ 5 വാങ്ങിയ വില 5ഉം വിറ്റ വില 6ഉം വരുമ്പോൾ ലാഭം 1. ഓപ്ഷൻസിൽ നിന്നും 1 എന്നുള്ള ഏറ്റവും ചെറിയ എമൗണ്ട് അതാണ്. ഇനിയിപ്പം x/5 ലാഭം 3 എക്സ് 15. അപ്പം വാങ്ങിയ വില 15ഉം വിറ്റ വില 6/5 ഇൻറ്റു 15 18.
അങ്ങനെ വരുമ്പോഴും ഇത് വരും. ഇനി ഇത് ഇത്രയും നോക്കണ്ട. x/5 4 x 20 മറ്റേ വിറ്റ വില 24 അങ്ങനെ വരും. അപ്പോൾ ഏറ്റവും ചെറിയത് ഏറ്റവും ചെറുത് ലാഭമായിട്ട് വരുന്നത് 1. ലാഭം കുറഞ്ഞത് 1 രൂപയെങ്കിലും വരും എന്നുള്ളതാണ്. സാധാരണ ഈ ചോദ്യത്തിൻ്റെ ലാഭ ശതമാനമാണ് ഇതുപോലുള്ള ചോദ്യങ്ങളിൽ കണ്ടുവരുന്നത്. ഇപ്പോൾ ഇവിടെ ആൻസർ കീയിലും ഇപ്പം 1 കൊടുത്തേക്കുന്നത്. ഫൈനൽ ആൻസർ കീയിലും 1 തന്നെയാവും കൊടുക്കുന്നത്. കാര്യം ഏറ്റവും കുറഞ്ഞത് 1 രൂപയെങ്കിലും ലാഭം കിട്ടും. അടുത്ത ചോദ്യം, 5 സംഖ്യകളുടെ ശരാശരി 41. 35 എന്നൊരു പുതിയ സംഖ്യ കൂടി 6ാമതായി ചേർത്താൽ പുതിയ ശരാശരി എത്ര? അപ്പോൾ 5 സംഖ്യകളുടെ ശരാശരി 41 ആണെങ്കിൽ സംഖ്യകളുടെ തുക 41 × 5 205. ഇനി പുതിയതായിട്ടുള്ള ഒരു തുക 205ൻ്റെ കൂടി ഒരു 35 കൂടി ചേർത്തിട്ട് 6 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശരാശരി, അതായത് 240/6 = 40. ഉത്തരം 40. 5 സംഖ്യകളുടെ തുക കണ്ടു. ഇനി പുതിയതായിട്ടുള്ള സംഖ്യയെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 കൂടുന്നത് കൊണ്ടാണ് 6 കൊണ്ട് ഹരിക്കുന്നത്. അപ്പോൾ പുതിയ ശരാശരി 40. അടുത്തത് 485.012 × 100. അപ്പം 100 എന്ന് പറയുമ്പോൾ 2 ദശാംശ സ്ഥാനം ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. 48501 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് 0.2. 4850. അപ്പോൾ ഓപ്ഷൻ സി. 0 വന്നും 1 ദശാംശത്തിൻ്റെ ഇടതുവശത്തേക്ക് കൊണ്ടുവരുന്നു 100 ആയതുകൊണ്ട്. ഓപ്ഷൻ സി. ഇനി അടുത്തത് 1, അടുത്ത 2 ബോക്സ്, അതുപോലെ 3 ബോക്സ്. ഇനി ഇതേ ക്രമത്തിൽ തുടർന്നാൽ 5ാമത്തെ ചിത്രത്തിൽ ഏത് വരും? ഇപ്പോൾ ഇവിടെ 1, ഇവിടെ 1 എന്ന് പറയുമ്പോൾ 1, 2, 3, 4 വശങ്ങളാണുള്ളത്. അടുത്ത ചിത്രത്തിൽ 1, 2, 3, 4, 5, 6, 7 വരകൾ ചേർത്താണ് അടുത്ത ചിത്രം. ഇനി അതിൻ്റെ അടുത്ത ചിത്രം 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതുപോലത്തെ 10 ചെറിയ വരകൾ ഓരോ സ്ക്വയറും ഫോം ചെയ്യാനായിട്ട് 10. ഈ ഓരോ വശങ്ങളാണ് ഞാൻ ഈ മാർക്ക്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ അടുത്ത ചിത്രം എങ്ങനെയായിരിക്കും? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. 13 ചെറിയ വരകളാണ് അടുത്ത ചിത്രത്തിലുള്ളത്. ഇനി അടുത്തതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. അപ്പോൾ 16. ഇനി ഇങ്ങനെ വരച്ച് നോക്കണം എന്നില്ല, പരീക്ഷയ്ക്ക് ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അത്രയും പറഞ്ഞതേ 4, 7, 10 കണ്ടു കഴിയുമ്പം തന്നെ നമുക്ക് 4, 7, 10 നമുക്ക് ആദ്യത്തെ കിട്ടിയല്ലോ. 4, 7, 10 വ്യത്യാസം എത്രയാണ്? 3 ആണ്. അപ്പോൾ അടുത്തത് 13,
അതിൻ്റെ അടുത്തത് 16 അടുത്തത്. അപ്പോൾ അങ്ങനെ തന്നെ 4, 7, 10 കിട്ടിക്കഴിയുമ്പം തന്നെ ലാസ്റ്റ് വരെ വരച്ച് നോക്കി സമയം കളയണ്ട. 4, 7, 10 പൊതുവ്യത്യാസം 3 കണക്കിലെടുത്ത് 3 വെച്ച് ആഡ് ചെയ്യുക. ഉത്തരം 16. അടുത്ത ചോദ്യം. എ, ബി, സി, ഡി, ഇ എന്നിങ്ങനെ 5 കുട്ടികൾ ഒരു വരിയിൽ നിൽക്കുന്നു. ബിയുടെയും ഡിയുടെയും ഇടയിലാണ് എ ഉള്ളത്. അപ്പോൾ ബിയുടെയും ഡിയുടെയും ഇടയിലാണ് എ ഉള്ളത്. ഡിയുടെയും ഇയുടെയും ഇടയിലാണ് സി ഉള്ളത്. അപ്പം ഡിയുടെയും ഇയുടെയും ഇടയിൽ സി ഉണ്ട്. ഏറ്റവും അറ്റത്തുള്ളത് ബിയും ഇയും, ബി ഇ. ഓപ്ഷൻ എ, ബി ഇ. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം. (15 by 18 = -30). അപ്പോൾ ഇവിടെ 15 ഇങ്ങനെ വരുമ്പം 15 × 30 ക്രോസ് പ്രോഡക്റ്റ് സെയിം ആയിരിക്കണം, = 18 (?). അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഉത്തരം 15 × 30 by 18. 3 കൊണ്ട് 10, 6. വീണ്ടും 3 കൊണ്ട് 2, 5, 5, 25. ഉത്തരം 25. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി 25 എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യം. 5 കിലോ ഗോതമ്പിന് 91.5 രൂപയാകുമെങ്കിൽ 183 രൂപയ്ക്ക് എത്ര കിലോ ഗോതമ്പ് കിട്ടും? 5 കിലോയ്ക്ക് 91.5. അപ്പം ഇത് 183. 183 എന്ന് പറഞ്ഞാൽ 91.5 × 2 ആണ്. അപ്പം ഇതിൻ്റെ ഇരട്ടി ഇവിടെ × 2 ചെയ്യുമ്പം ഇവിടെയും × 2 ചെയ്താൽ മതി. 10 കിലോ കിട്ടും. ആൻസർ 10 കിലോ. ഇപ്പം ഡയറക്റ്റ് ഇരട്ടി ആയതുകൊണ്ട് നമുക്ക് × 2 ചെയ്യാൻ പറ്റി. അല്ല എങ്കിൽ നമ്മൾ ഇത് എക്സ് ആണെന്ന് വിചാരിക്കുക. 5 കിലോയ്ക്ക് 91.5 രൂപയാണെങ്കിൽ 183 രൂപയ്ക്ക് എത്ര കിട്ടും? എക്സ് കിട്ടും. എക്സ് നമുക്കറിയില്ല. അപ്പം വില കൂടുമ്പം കിട്ടുന്ന ക്വാണ്ടിറ്റിയും കൂടുമല്ലോ. ഓരോ കിലോ നമ്മൾ കൂടുതൽ വാങ്ങിക്കുമ്പോൾ ആണല്ലോ വില കൂടുതൽ കൊടുക്കേണ്ടത്. അപ്പം ഡയറക്റ്റായിട്ട് പ്രൊപ്പോർഷൻ, അത് 5/x = 91.5/183. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റതും കൂടുന്നു, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് സെയിം ആയിരിക്കും. 5 × 183 = 91.5 × x. x = 5 × 183 / 91.5 × 2, 10. ഇങ്ങനെ. അപ്പം ഡയറക്റ്റ് ഇതിൻ്റെ ഇരട്ടി ആയതുകൊണ്ട് ഈ എക്സ് ഒന്നും ഇട്ട് പോകണ്ട, നോക്കിയിട്ട് തന്നെ നമുക്ക് എഴുതാം. ഇതിൻ്റെ ഇരട്ടി ആയതുകൊണ്ട് അതിൻ്റെ ഇരട്ടി എന്ന് പോകും. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഈ രീതിയിൽ ചെയ്യാം. ഉത്തരം 10 കിലോ കിട്ടും. അടുത്ത ചോദ്യം. 5 × 21 - 7 + 7 × 2 = 5 × 21 - 7 + 7 × 2. ബോട്ട് മാസ് വെച്ച് ആദ്യം ബ്രാക്കറ്റ്. 5 × 21 - 7 14 + 7 × 2. ഇനി 5 × 14 മൾട്ടിപ്ലിക്കേഷനാണ് 70 + 14 = 84. ഇത് ബോട്ട് മാസ് വെച്ച് ചെയ്യുന്നത്.
ഉത്തരം 84. ഓപ്ഷൻ ഡി. ഇനി അടുത്ത ചോദ്യം. 6 ആളുകൾ ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. എന്നാൽ ഒരാൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അപ്പം 6 ആളുകൾ, അവർ 10 ദിവസം. അങ്ങനെയാണെങ്കിൽ ഒരാൾ എത്ര ദിവസം? ഇവിടെ നമുക്ക് പ്രവൃത്തിയും സമയവും അതിൽ M1 D1 = M2 D2 എന്നൊരു ഫോർമുലയുണ്ട്. അതായത് എത്ര ആളുകൾ എത്ര ദിവസം കൊണ്ട് എന്ന്. അതേ ജോലി തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ആളുകളുടെ എണ്ണവും ദിവസങ്ങളുടെ എണ്ണവും മാറ്റുമ്പോൾ എങ്ങനെയാണ്? അതായത് ഇവിടെ 6 ആളുകൾ 10 ദിവസം കൊണ്ട് തീർക്കാവുന്ന ജോലി ഒരാൾക്ക് എത്ര ദിവസം? അപ്പോൾ 60 = 1 × D2. അപ്പോൾ ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ 60 ദിവസം വേണം. 60. നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കുമ്പം തന്നെ നമുക്ക് പെട്ടെന്ന് 6 പേർക്ക് 10 ദിവസം, അപ്പോൾ ഒരാൾക്കാണെങ്കിൽ 60 ദിവസം. ഉത്തരം 60. അടുത്ത ചോദ്യം. 3 ÷ 13 ÷ 4/26. അപ്പോൾ 3/13 ÷ 4/26 = 3/13 ഇൻറ്റു റെസിപ്രോക്കൽ തിരിച്ചെടുത്തു 26/4. 2 2 = 3/2. 3/2 ആണ് ഉത്തരം. അപ്പോൾ ഇവിടെ റെസിപ്രോക്കൽ തിരിച്ചിടുന്നു, അതായത് വ്യുൽക്രമം കണ്ട് തിരിച്ചിട്ട് ഗുണിക്കുന്നു. 3/2. അപ്പം ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.